നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ് ഇത്. ആൻഡ് ടൂസിൻ്റെ ഒരു പാക്കേജ് ട്രിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഗസ്റ്റിനെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അവിടുന്ന് എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ വഴുതക്കാടുണ്ട് പുള്ളി. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു ഗസ്റ്റിനെ പിക്ക് ചെയ്യാനായിട്ട്. എന്നാൽ നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയിട്ട് കൊണ്ടെത്തും. അവിടെ നിന്ന് ഗസ്റ്റിനെ പിക്ക് ചെയ്തു. കോമാൻ തുടങ്ങിയിട്ട് 2 ആഴ്ച പിക്ക് ചെയ്ത് കൊണ്ടാക്കി അടുത്ത ആൾക്കാരെ വിളിക്കാനുണ്ടായിരുന്നു ഡൊമസ്റ്റിക് ചെയ്യുന്നു. അത് രാത്രി 1:30 മണിക്കായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ ട്രിവാൻഡ്രം ബീച്ച് ശംഖുമുഖം ബീച്ചിൽ വന്ന് രാത്രി 12:30 മണിക്ക് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴത്തേക്ക് വന്നു, ഫ്ലൈറ്റ് എത്തി, അവരെ കൊണ്ടുവന്ന് വീട്ടിലാക്കി. അവിടെ നിന്ന് നേരെ തിരിച്ച് എൻ്റെ വീട്ടിലോട്ടേക്ക് പോവുക. രാത്രി ഒരു 2:20, 2:25 ആവുമെന്ന് തോന്നുന്നു. 2:26 ഈ സമയത്താണ് വീട്ടിലോട്ട് പോകുന്നത്. വീട്ടിലെത്തിയപ്പോൾ ഒരു 3:15 കിടന്നുറങ്ങി. രാവിലെ ഒരു 8 മണിയായപ്പോൾ എഴുന്നേറ്റ് വണ്ടിയെല്ലാം കഴുകി റെഡിയായി. ഒരു 11 മണി കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നു പറഞ്ഞു. കന്യാകുമാരിക്കാണ് പോകുന്നത്. അവർക്കവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് നാഗർകോവിൽ വെച്ചിട്ട്. കന്യാകുമാരിയിൽ സ്റ്റേ ചെയ്ത് ചുമയും ജലദോഷം വന്നിട്ട് 2 ആഴ്ച ആയിരുന്നേ, ഇതുവരെ മാറിയില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ അവിടെ എത്തി. അവരെ പിക്ക് ചെയ്തു കന്യാകുമാരി പോകാനായിട്ട്. അവർക്ക് മാരേജ് ഫംഗ്ഷൻ വന്നിട്ട് നമ്മുടെ നാഗർകോവിലാണ്. ഇത് കന്യാകുമാരിയിലെ അന്നൈ റെസിഡൻസി എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അവിടെയായിരുന്നു സ്റ്റേ. അപ്പോൾ അവിടെ നിന്ന് നാഗർകോവിൽ പോയി കല്യാണം കൂടിയിട്ട് തിരിച്ച് കന്യാകുമാരിയിൽ വരുന്ന പരിപാടിയായിരുന്നു. ഇത് അവിടുത്തെ നൈറ്റ് ഇതാണ് നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ. അവിടെ എത്തി രാത്രി കഴിഞ്ഞില്ല. ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കന്യാകുമാരിയിലെ സൺറൈസാണ്. എൻ്റെ വീഡിയോ എടുത്തു നോക്കി. താഴെ നിന്ന് കിട്ടിയില്ല, ക്ലൗഡിയായിരുന്നു. പക്ഷെ മേളിൽ വന്നപ്പോൾ കിട്ടി. ഒരു 6:20 ആയപ്പോൾ സൂര്യനെ കാണാനായിട്ട് പറ്റി. എൻ്റെ ഫോട്ടോയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ റെഡിയായി. മീൻസ് ഞങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൂട്ടുകാരനെ കിട്ടി, സന്തോഷം എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ട്രിവാൻഡ്രത്തുകാരനാണ്. ഒരു പാക്കേജായിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകുന്നതിന് മുന്നേ അവിടെ ഈ പഴയ സംഭവങ്ങളുണ്ടല്ലോ, നമ്മളൊക്കെ ഇപ്പം നമ്മുടെ പിള്ളേർക്കൊന്നും അറിയത്തില്ല. പണ്ട് ആട്ടാനും അരയ്ക്കാനും പൊടിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അമ്മിക്കല്ല്, വാട്ടുകല്ല്, പിന്നെ അരക്കല്ല് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ, അത് കൂടെ ഒരു കൗതുകം പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുക. അങ്ങനെ വീഡിയോ എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് നേരെ കഴിക്കാനായിട്ട് പോവുക. ഇതാണ് പുള്ളി സന്തോഷ്. ഗസ്റ്റൊക്കെ ഇറങ്ങിയിരിക്കുകയായിരുന്നു. അങ്ങനെ അവരെ ചെന്ന് പിക്ക് ചെയ്ത് മധുരയിലോട്ട് പോയി.